ജൂലൈ 5-നാണ് ദിയ കൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നത്. ആൺകുട്ടിയാണെന്നുള്ള സന്തോഷവാർത്തയും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ള വാർത്തയും കുടുംബവും ദിയയും അശ്വിനും അവരുടെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരുന്നു. കുഞ്ഞിന്റെ കാലിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ദിയ തന്റെ കൺമണിയുടെ വരവ് അറിയിച്ചതും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലായിരുന്നു ദിയയുടെ പ്രസവം. കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഓരോ ഘട്ടവും ദിയ തന്റെ വ്ളോഗിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ ദിയയ്ക്ക് ആൺകുഞ്ഞാണ് പിറക്കാൻ പോകുന്നത് എന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. ചെന്നൈയിലെ ഒരു യാത്രയിലാണ് ഹസ്തരേഖ നോക്കിയ ദിയയോട് തനിക്കൊരു ആൺകുഞ്ഞാണ് വരാൻ പോകുന്നത് എന്ന് ഹസ്തരേഖ കൈനോട്ടക്കാരൻ പറഞ്ഞത്. അതും സത്യമായിരിക്കുകയാണ്. 5-ാം മാസത്തിലാണ് ദിയയും അശ്വിനും ചെന്നൈയിലേക്ക് പോയത്. അവിടെ വെച്ച് ഒരു ഹസ്തരേഖ ഒക്കെ നോക്കി പറയുന്ന ആളെ കാണാൻ ഇടയായി. ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഒരു കൗതുകത്തിനാണ് ദിയയും അശ്വിനും കൈനോക്കാൻ ചെല്ലുന്നത്. അന്നവർ കൈനോക്കി പറഞ്ഞത് കേരളം അടക്കി വാഴുന്ന അയ്യപ്പസ്വാമി ആൺകുഞ്ഞിന്റെ രൂപത്തിൽ പിറക്കുമെന്നാണ് ദിയയോട് കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനെയൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു. എന്തായാലും ആ കൈനോട്ടക്കാരൻ പറഞ്ഞത് സത്യമായിരിക്കുകയാണ്. ദിയയ്ക്കും അശ്വിനും ഒരു ആൺകുഞ്ഞ് തന്നെയാണ് പിറന്നിരിക്കുന്നത്. കൈനോട്ടക്കാരന്റെ ഭാഷയിൽ ഒരു കേരളം അടക്കി വാഴുന്ന അയ്യപ്പസ്വാമി തന്നെ. ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയയും അശ്വിനും നടത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിന്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ല. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈ നീട്ടി വാങ്ങുക, അതിനും അപ്പുറം ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത്. ദിയയുടെ ബേബി മമ്മിന്റെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും ആൺകുഞ്ഞാണെന്നാണ്. ആരാധകരുടെ ഗസ്സും സത്യമായി. ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്ന് കാണാനാണ് ആഗ്രഹമെന്നാണ് സിന്ധുവിന്റെ അമ്മയും പറഞ്ഞത്. ഗേൾസ് ഗ്യാങ്ങിലേക്ക് ആൺതരി വന്നാലുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ പര്യവസാനിക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മൂമ്മ പറഞ്ഞിരുന്നു. കുഞ്ഞിന്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട്. ജൂലൈ 5-നാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ദിയയുടെ പിറന്നാൾ മെയ് 5-നാണ്. ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ 5-നാണ്. ഇപ്പോഴിതാ കുഞ്ഞും ഒരു 5-ാം തീയതിയാണ് പിറന്നിരിക്കുന്നത്. 5 എന്ന നമ്പർ ഓരോ വർഷം കഴിയും തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ്. പ്രസവ തീയതിക്ക് ഒരു ദിവസം മുൻപാണ് ദിയ കിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.